മോനെ, ഇതല്ല ആധാറിന്റെ ഓഫീസ്. ഓ ഇത് തന്നെ. ഈ വല്യമ്മക്ക് ക്യൂ നിക്കാൻ പാടില്ല. ഒന്നങ്ങോട്ട് മാറിയേ. ഞങ്ങളും അതിന് തന്നെ വന്നാ അമ്മച്ചി. നിങ്ങള് വിവരേജിന്റെ ക്യൂവിലൊന്നും നല്ല പരിചയമുള്ള. ഓ നിങ്ങൾക്ക് പിന്നെ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നിങ്ങൾ വീട്ടിൽ തന്നെ വാറ്റി കുടിച്ചുള്ള പരിചയമല്ലേ ഉള്ളൂ. ആ കഴിവ് നമുക്കില്ലേ? ഓ അതിന്റെ പെണ്ണുമ്പള പറയണുണ്ട് കഴിവില്ലെന്ന്. മാറങ്ങട് മാറങ്ങട് പോറ്റി. നിങ്ങൾ തന്ന പോറം. ആഹാ, ഇതൊന്നും പൂരിപ്പിച്ചിട്ടില്ലല്ലോ. പൂരിപ്പിക്കാൻ എന്റെ കൈക്ക് കൈക്കെന്ത് പറ്റി? ഈ വിരലിന് എന്താ പറ്റിയെന്ന് എഴുതാൻ അറിയാൻ പാടില്ലെന്ന്. അത് പറ. കുഴപ്പമില്ല. ആ പേര് പറഞ്ഞേ. പേര് നാണിയമ്മ. സ്നേഹമുള്ളൊരു നാണിന്ന് വിളിക്കും. അപ്പൊ സ്നേഹമില്ലാത്തവരോ? സ്നേഹമില്ലാത്തൊരു പലതും വിളിക്കും. അത് പോട്ടെ, ഒന്നും എഴുതണ്ട. നിങ്ങളുടെ ഏട്ടപ്പേര് പറ. അതല്ലെന്ന്, നിങ്ങളുടെ സർനെയിം പറയാന്. കൊളംകോരിന്നും മണ്ണുവാന്തിന്നും സരസ്വതി വിളിക്കും. അവളുടെ തള്ളക്ക് ഞാനും വിളിക്കും. അഡ്രസ് പറ. ഏത് ഡ്രസ്? ഡ്രസ് അല്ല, അഡ്രസ്, മേൽവിലാസം. നാണിയമ്മ, കെയർ ഓഫ് വടിവാട് വാസു, തട്ടിക്കളയും ഹൗസ്, ചൊരക്കളം ബിയോ, നാറിത്തറ. അഡ്രസ് കേട്ടിട്ട് പേടിയാവുന്നു. ഭർത്താവിനെന്താ ജോലി? എന്നെ കുറിച്ചിർത്തിടിക്കല്. അത് വീട്ട് പുറത്തെന്താ ജോലിയെന്ന്? പുറത്തിട്ട് കുനിച്ചിട്ടാണ് ഇടിക്കണ. എന്റെ പൊന്ന് നാണിയമ്മ, ഭർത്താവിനെന്താ പണിയെന്ന്? പുള്ളി പണ്ട് ഗൾഫിലായിരുന്നു. ഗൾഫിലായിരുന്ന? ഗൾഫിലെവിടെ? ജയിലില്. ജയിലിലോ? എന്ത് കുറ്റത്തിന്? കൊലക്കുറ്റങ്ങനാണോ? കുറ്റത്തിനല്ല, അവിടെ ജീവരുന്ന തടവിന് കിടക്കണവർക്ക് ഭക്ഷണം കൊടുക്കണ പണി. അപ്പൊ നല്ല പാചകക്കാരനല്ലേ? അല്ലല്ലല്ല, ആ ഭക്ഷണം അവരെ ശിക്ഷയുടെ ഭാഗമാണ്. അത് ശരി. പിന്നെ നാണിത്തല്ലേ, പ്രതിമാസം നമുക്ക് എത്ര വരുമാനം എഴുതാം? ഒരു 10,000 രൂപ എഴുതിക്കോ. 10,000 രൂപ എഴുതാം അല്ലേ? ഓക്കെ. സാറേ, ഒരു കാര്യം, ഈ മാസം വീട്ടിലോട്ട് അയച്ചു തരുമോ അതോ ഞാൻ ഈ ഓഫീസിലോട്ട് വരണോ? എന്ത്? ഈ 10,000 രൂപക്ക്. എന്റെ പൊന്ന് നാണിത്തള്ള, അതല്ല, 10,000 രൂപ പ്രതിമാസ വരുമാനം ഉണ്ടെന്ന് എഴുതി വെക്കണോ ഇതിനകത്ത്? ഓ അതൊന്നുമില്ല, ഒരു 300 എഴുതിക്കോ. 300 എഴുതാം അല്ലേ? ഓക്കെ. ആ മക്കൾ എത്ര ഉണ്ട് നാണിത്തള്ളേ? ഒരു മകനും ഒരു മകളും. 2 പേരുണ്ടല്ലേ. മകൻ എന്താ ജോലി? അവൻ വൈശാഖ ബാങ്കിലാണ്. വൈശാഖ ബാങ്ക്. വൈശാഖ ബാങ്ക് അല്ലേ? വൈശാഖ ബാങ്ക്. എഴുതുമ്പോ തെറ്റിപ്പോരുത്. ഓക്കെ. അപ്പൊ മകളോ? അവള് ബ്ലൂടൂത്തിൽ വർക്ക് ചെയ്യണം. അല്ല, വീട്ടിൽ പട്ടിയുണ്ടോ? ഉണ്ടല്ല, വീട്ടിൽ തന്നെ ഉണ്ടല്ല, ഒരു പണിക്കും പോവൂല. അതല്ല ഞാൻ ചോദിച്ച, വീട്ടിൽ പട്ടിയുണ്ടോന്ന് വളർത്തണ? പട്ടിയില്ല. നാണിയമ്മേ, ആ വിരലിഞ്ഞ തന്നെ. വിരല് ചോദിക്കാൻ നീ ആരാണ്? ദ്രോണാചാര്യ? അതല്ല, ആ വിരലിഞ്ഞ തന്നെ. മാനം കടത്തല്ലടാ. പറയട്ടെ, കുത്തണം കഴിഞ്ഞെടുത്തേ. ഇതൊക്കെ വേണ്ടേ? അച്ചക്ക പോയല്ലേ കൈയുടെ? പണിയെടുത്തെടുത്ത് എല്ലാം തേഞ്ഞു മാഞ്ഞു പോയി. അല്ല, ശരിക്കും എന്താണ് ഈ ആധാർ കാർഡ്? നമ്മുടെ ഈ ഇലക്ഷൻ കാർഡ്, പാൻ കാർഡ്, അങ്ങനെ കുറെ കാർഡില്ലേ, അതിന് പകരമാണ് ഈ ആധാർ കാർഡ്. പിന്നെ ഈ ആധാർ കാർഡ് ഉണ്ടെങ്കിൽ വേറൊരു ഒറ്റ കാർഡും വേണ്ട. അത് ശരി, അപ്പൊ വേറൊരു കാർഡും വേണ്ടല്ലേ? വേറൊന്നും വേണ്ട. വേറൊന്നും വേണ്ടല്ലേ? വേണ്ട. എങ്കിലൊരു പണി ചെയ്യാ. ഇത് റേഷൻ കാർഡ്. ഇതെന്താ? ഇത് ഐഡന്റിറ്റി കാർഡ്. ഇതെന്തുവാ? ഇത് ആധാരം. എന്റെ പൊന്നെ, നിങ്ങൾ ആധാരം കീറിയോ? എന്റെ നാണിത്തല്ലേ, ഈ ആധാരം കീറാൻ പാടില്ല. അപ്പൊ ആധാരത്തിന് പകരമുള്ള കാർഡല്ലേ ആധാർ കാർഡ്? അയ്യോ അല്ല. ദൈവമേ, എന്റെ വീടിന്റെ ആധാരമുള്ള ഞാൻ ഈ കീറിക്കളഞ്ഞത്.